നമസ്കാരം, ഞാൻ റജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. സാമൂഹിക വികസന മന്ത്രാലയം സമ്മർ ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഇന്നോവേഷൻ പ്രദർശനം സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കായുള്ള ക്യാപിറ്റൽ മോളിൽ ജൂലൈ 26 മുതൽ 28 വരെ നടക്കുന്ന സമ്മർ ഓഫ് ക്രാഫ്റ്റ് ആൻഡ് ഇന്നോവേഷൻ പ്രദർശനത്തിന് സാമൂഹിക വികസന മന്ത്രാലയം ആതിഥേയത്വം വഹിക്കും. ദേശീയ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനും വികസനത്തിൽ സുസ്ഥിര സാമൂഹിക സമ്പദ് വ്യവസ്ഥയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ബഹ്റൈൻ കരകൗശല വിദഗ്ധരെയും ഉൽപാദനക്ഷമ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഇനാസ് മുഹമ്മദ് അൽ മജീദ് ഊന്നി പറഞ്ഞു. മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും പ്രാദേശിക വിപണിയിൽ സാന്നിധ്യം ശക്തിപ്പെടുത്താനും കഴിയും. ഇത് അവരുടെ പദ്ധതികളുടെ സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, സമൂഹ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനും സഹായിക്കുന്നു. ലെബനീസ് പ്രസിഡന്റിന്റെ ബഹ്റൈൻ സന്ദർശനം. ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത പ്രസ്താവന ഇറക്കി. ലെബനീസ് പ്രസിഡന്റിന്റെ ബഹ്റൈൻ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും പ്രസിഡന്റ് ഔണും ഔദ്യോഗിക ചർച്ചകളുടെ ഒരു സെഷൻ നടത്തി. ഈ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശിഷ്ട ബന്ധങ്ങളുടെ പുരോഗതിയും അവരുടെ പൊതു താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ സഹോദര ജനതയ്ക്ക് പ്രയോജനപ്പെടുത്തുന്നതിനുമായി എല്ലാ മേഖലകളിലും ഈ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വഴികളും അവലോകനം ചെയ്തു. സ്വകാര്യ മേഖലയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നതിലൂടെയും ഉഭയകക്ഷി വ്യാപാരം വികസിപ്പിക്കുന്നതിലൂടെയും സാമ്പത്തിക വ്യാപാര പ്രതിനിധികളുടെ സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഒപ്പുവച്ച കരാറുകളും ധാരണാപത്രങ്ങളും പൂർണ്ണമായും സജീവമാക്കുന്നതിലൂടെയും സംസ്കാരം, വിദ്യാഭ്യാസം, ടൂറിസം, ആരോഗ്യം എന്നീ മേഖലകളിലെ സഹകരണം വികസിപ്പിക്കുന്നതിലൂടെയും ഇത് സാധ്യമാകുമെന്ന് ഇരുപക്ഷവും അഭിപ്രായപ്പെട്ടു. ബഹ്റൈൻ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി. ബഹ്റൈൻ വിമാനത്താവളം വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി കസ്റ്റംസ്. ആന്റി നാർക്കോട്ടിക് വിഭാഗവും ചേർന്നാണ് ഏഷ്യക്കാരായ പ്രതികളെയാണ് 76,000 ദിനാറിലധികം വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയത്. വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരാളിൽ നിന്ന് ആദ്യം 5 കിലോഗ്രാം മയക്കുമരുന്നാണ് കണ്ടെത്തിയത്. അതേ തുടർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ 6 കിലോ മയക്കുമരുന്നും കൂടെ സംഘം കണ്ടെത്തി. നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയതെന്ന് ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേസ് പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രാവണം 2025 വിന്ധ്യാവലി നൃത്ത സംഗീത നാടകം അരങ്ങേറും.
ഓണാഘോഷത്തോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം നടത്തുന്ന ശ്രാവണം 2025 ഭാഗമായി സമാജം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിന്ധ്യാവലി എന്ന നൃത്ത സംഗീത നാടകം അരങ്ങേറും. വനിതാ വേദി പ്രസിഡന്റ് മോഹിനി തോമസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 25 നടത്തുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വനിതാ വേദി സജീവമാണ്. ബഹ്റൈനിലെ വിവിധ വേദികളിലും സൂര്യ ഫെസ്റ്റിവലിലും കലാമൂല്യമുള്ള അത്യപൂർവമായ കലാപരിപാടികൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയ ബഹ്റൈനിലെ പ്രമുഖ നൃത്താധ്യാപികയായ വിദ്യശ്രീയാണ് വിന്ധ്യാവലിയുടെ കഥ, തിരക്കഥ, സംവിധാനം നിർവഹിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞരായ പാലക്കാട് ശ്രീറാം, മൃദംഗ വിദ്വാൻ സർവേഷ് കാർത്തിക് എന്നിവരാണ് സംഗീതം നൽകുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായി വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വനിതാ വേദി കോർഡിനേറ്റർ ദിവ്യ മനോജ്, ജോയിന്റ് കൺവീനർമാരായ ജെനിസിക്കു ഫിലിപ്പ്, ശരണ്യ അരുൺ, അനിത തുളസി എന്നിവർക്കൊപ്പം മനോജ് ഉത്തമൻ, അരുൺ ആർ പിള്ളെ, വിജിന സന്തോഷ് തുടങ്ങിയവരും കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. പരിപാടി കാണികൾക്ക് നല്ലൊരു അപൂർവ കലാവിരുന്നാകുമെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണ പിള്ളെ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ അറിയിച്ചു. അമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈൻ ചാപ്റ്റർ കർക്കിടക വാവ് ബലി പിതൃതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. മാതാ അമൃതാനന്ദമയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ഇന്ന് ജൂലൈ 24 പുലർച്ചെ 4 മണിക്ക് BMC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങുകളിൽ 300-ലധികം പേർ പങ്കെടുത്തു. കർമ്മങ്ങൾക്ക് മുത്തടത്ത് കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി. 11ാമത് വർഷമാണ് മാതാ അമൃതാനന്ദമയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ പിതൃതർപ്പണ ചടങ്ങ് നടത്തുന്നത്. സംഘടനയുടെ ബഹ്റൈൻ കോർഡിനേറ്റർ സുധീർ തിരുനെല്ലത്തിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ, രക്ഷാധികാരി കൃഷ്ണകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ മനോജ് കുമാർ, അനീഷ് ചന്ദ്രൻ, സന്തോഷ് മേനൻ, മനോജ് UK, വിനയൻ, സന്തോഷ്, ഷാജി, പുഷ്പ, ഹരിമോഹൻ, സുരേഷ് കോട്ടൂർ എന്നിവരുടെ സഹകരണത്തോടെ ചടങ്ങ് വിജയകരമായി. ഉമ്മൻചാണ്ടി അനുസ്മരണം രക്തദാന ക്യാമ്പ് വെള്ളിയാഴ്ച. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് OICC പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രക്തദാന ക്യാമ്പ് സൽമാനിയ മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ വെച്ച് വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടത്തുമെന്ന് OICC പത്തനം ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ, ബ്ലഡ് ഡൊണേഷൻ കൺവീനർമാരായ റോബിൻ ജോർജ്, അനു തോമസ്, ശോഭ സജി എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. സമുദ്രോൽപ്പന്നങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കുമുള്ള തീരുവ ഒഴിവാക്കി ബ്രിട്ടൻ. ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരമായി. ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കുമുള്ള ബ്രിട്ടൻ തീരുവ ഒഴിവാക്കി. ടെക്സ്റ്റൈൽസ്, സോഫ്റ്റ്വെയർ തുടങ്ങിയവയ്ക്കും തീരുവ ഒഴിവാക്കുന്ന കരാറിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. UK ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ തീരുവ 3% കുറയും. ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾ അടക്കം UKയിലെ വിപണി തുറന്നു നൽകുന്നതാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ. UKയിൽ നിന്നുള്ള ചില കാർഷികോൽപ്പന്നങ്ങൾക്കും വാഹനങ്ങൾക്കും ഇന്ത്യൻ വിപണിയും കരാറിലൂടെ തുറന്നു കിട്ടും. സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി തുടങ്ങിയവയുടെ തീരുവയും കുറച്ചു. തേയില, കാപ്പി എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രണം ഒഴിവാക്കാനും UK തയ്യാറായി. ജനമഹാസമുദ്രം സാക്ഷി, വിപ്ലവ നായകൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ.
ജീവിതം സമരവും സമരം ജീവിതവുമാക്കിയ ആ വിപ്ലവ നായകൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന ജനലക്ഷങ്ങളുടെ പ്രിയപ്പെട്ട VS-ന് വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. പെരുമഴയിലും മാറി നിൽക്കാതെ സമുദ്രത്തെ സാക്ഷിയാക്കി പുന്നപ്രയിൽ നിന്നും ഉദിച്ചുയർന്ന കേരളത്തിന്റെ സമരനായകൻ ഇനി ഓർമ്മ. പുന്നപ്രയിലെ ചുടുകാട്ടിലെ പ്രത്യേകം തയ്യാറാക്കിയ ചിതയിലേക്ക് രാത്രി 9:16 മകൻ VA അരുൺകുമാർ അഗ്നി പകർന്നു. ജനലക്ഷങ്ങൾ മുദ്രാവാക്യം വിളികളോടെ പ്രിയ സഖാവിനെ യാത്രയാക്കി. മലയാളക്കരയുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവിന്റെ വേർപാടിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള, വോയിസ് ഓഫ് ട്രിവാൻഡ്രം, ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകൾ അനുശോചനം രേഖപ്പെടുത്തി. VS തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സൃഷ്ടി MA ബേബി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ച നേതാക്കൾ ജീവിതം മുഴുവൻ ഒരു പോരാട്ടമാക്കി മാറ്റിയ മനുഷ്യനാണ് VS എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. VS-ന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ വലിയ ചുടുകാട്ടിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അധ്യക്ഷനായി. VS അടിമകളെ പോലെ ജീവിച്ച കർഷക തൊഴിലാളികളെ മനുഷ്യരാക്കി മാറ്റി. അങ്ങനെ കർഷക തൊഴിലാളികളെ ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനമാക്കിയത് VS ആണ്. ആധുനിക കേരളത്തെ സൃഷ്ടിച്ചെടുത്ത അനേകം മഹാരഥന്മാരിൽ ഒരാളാണ് VS എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളം സജീവമായി ചർച്ച ചെയ്തുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ ഏറ്റുമുട്ടുന്നു. ഏഷ്യ കപ്പിൽ നിർണായക തീരുമാനവുമായി BCCI. ഏഷ്യ കപ്പിന്റെ ആതിഥേയത്തിൽ നിർണായകമായ മാറ്റം. സെപ്റ്റംബറിൽ ഇന്ത്യ വേദിയാകേണ്ടിയിരുന്ന ടൂർണമെന്റ് ഇനി UAE-യിൽ നടക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഈ മാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ടൂർണമെന്റ് സെപ്റ്റംബർ 5 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ടീം കൂടാതെ UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ മറ്റു ടീമുകളുമാണ് ഏഷ്യ കപ്പിൽ പങ്കെടുക്കുക. ആകെ 8 ടീമുകൾ ടൂർണമെന്റിനായി കളത്തിലിറങ്ങും. ദുബായിയും അബുദാബിയുമാണ് ടൂർണമെന്റ് വേദികൾ. ഇത്തവണ T20 ഫോർമാറ്റിലാണ് മത്സരം നടക്കുന്നത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ കളിക്കരുതെന്ന് നേരത്തെ ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ BCCI ആ നിലപാട് പിന്തള്ളിയതോടെ ഇരു രാജ്യങ്ങളും ഒരേ ഗ്രൂപ്പിൽ തന്നെ മത്സരിക്കും. അതിശക്തമായ മഴ, ഈ 2 ജില്ലകളിൽ അറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പും കേന്ദ്ര ജല കമ്മീഷനും വിവിധ നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.